ക്യാൻസർ സ്റ്റേജിങ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ക്യാൻസറിനെ ചികിത്സിക്കണമെങ്കിൽ അത് യഥാർത്ഥ രീതിയിൽ അതിനെ കരുതണമെങ്കിൽ പ്രത്യേകിച്ചും അതിൻ്റെ നിലവാരം അറിയണം. നിലവാരം അറിയാൻ പല രീതിയിൽ മാർഗങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് സ്റ്റേജ് നിർണ്ണയിക്കുക എന്ന്. സ്റ്റേജ് പലപ്പോഴും നിർണ്ണയിക്കുന്നത് സോളിഡ് ക്യാൻസേഴ്സിലാണ്, അതായത് ഒരു അവയവത്തിൽ വരുന്ന ക്യാൻസറിനാണ്. ഈ അവയവത്തിൽ വരുന്ന ക്യാൻസർ ബ്രസ്റ്റ് ആകട്ടെ, ലങ്സ് ആകട്ടെ, കോളൺ ആകട്ടെ, പ്രോസ്റ്റേറ്റ് ആകട്ടെ, ഇവയുടെ സൈസ്, ട്യൂമറിൻ്റെ സൈസ് ടി സ്റ്റേജ് എന്ന് പറയും. കഴലകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ, അടുത്തുള്ള സമീപത്തുള്ള ലിംഫ് നോഡിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ, അതിനെ എൻ സ്റ്റേജ് എന്ന് പറയും. ദൂരെയുള്ള അവയവത്തിലേക്ക് പോയിട്ടുണ്ടോ, ഉദാഹരണത്തിന് ബ്രസ്റ്റിൽ ഉത്ഭവിച്ച ക്യാൻസർ ലങ്സിലോട്ട് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ലങ്സ് ഉത്ഭവിച്ച ക്യാൻസർ ലിവറിലോട്ട് പോയിട്ടുണ്ടോ, ഇതിനെ എം സ്റ്റേജ് എന്ന് പറയും. ടി എന്ന് വെച്ചാൽ ട്യൂമർ സൈസ്, എൻ എന്ന് വെച്ചാൽ നോഡൽ സ്റ്റേറ്റസ്, ലിംഫ് നോഡിൻ്റെ സ്റ്റേറ്റസ്, എം എന്ന് വെച്ചാൽ മെറ്റാസ്റ്റാറ്റിക് ആണോ അല്ലയോ. ടി എൻ എം ഈ 3 ഘടകങ്ങൾ കമ്പോണൻറ്റ് ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴാണ് TNM സ്റ്റേജിങ് വരുന്നതും അതിലൂടെയാണ് പലപ്പോഴും ക്യാൻസറിനെ സ്റ്റേജ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റാസ്റ്റാറ്റിക് ആകുകയാണെങ്കിൽ അതിനെ M1 എന്ന് പറയും. അങ്ങനെ ആകുമ്പോൾ അതിനെ സ്റ്റേജ് 4 എന്ന് വിശേഷിപ്പിക്കും. ചെറിയ ട്യൂമർ ആണെങ്കിൽ അതിനെ T1 എന്ന് പറയും. അത് കഴലിലോട്ട് പോയിട്ടില്ലെങ്കിൽ N0 എന്ന് പറയും. T1, N0, M0 എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 1. അതേസമയം T1 തന്നെ ആകാം, ചെറിയ ട്യൂമർ ആകാം, പക്ഷേ കഴലുകൾ ധാരാളം പോയിട്ടുണ്ട്, 4 കഴലുകളിൽ പോയിരിക്കുന്നു, അതിനെ N2 എന്ന് വിശേഷിപ്പിക്കും. അപ്പോൾ T1, N2, M0 എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 3. ഇങ്ങനെ പല സ്റ്റേജുകളായിട്ട് രോഗത്തെ നിർണ്ണയിച്ചതിന് ശേഷമാണ് ക്യാൻസറിൻ്റെ ചികിത്സ തീരുമാനിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് വേറൊരാളുടെ രോഗം കേട്ടിട്ട് നമ്മുടെ രോഗം എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ പാടില്ല. കാരണം പലരുടെയും രോഗവും അതിൻ്റെ സ്റ്റേജും എല്ലാം വ്യത്യാസമായിരിക്കും. അപ്പോൾ വേറൊരു രോഗിയുടെ രോഗത്തിൻ്റെ ചികിത്സ നോക്കിക്കൊണ്ട് നമ്മളുടെ രോഗത്തിൻ്റെ ചികിത്സയായിട്ട് മുന്നോട്ട് പോകരുത്. ശാസ്ത്രീയമായി സ്റ്റേജ് നിർണ്ണയിച്ച് അതിൻ്റെ ചികിത്സ നിർണ്ണയിച്ച് അതിൻ്റെ ചികിത്സ നടത്തുമ്പോഴാണ് ഒരു ക്യാൻസറിന് കറക്റ്റായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നത്.